മഹാഗുരു ശരണം. ഇന്ന് ഏപ്രിൽ 3 രണ്ടാമത്തെയാണ് മറ്റേ വീഡിയോ, അതാ മൂന്നാമത്തെയാണെന്നറിയില്ല ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ കാര്യം, ഇന്നത്തെ വീഡിയോയുടെ താഴെ ഒരു വ്യക്തി ചോദിച്ചിരിക്കുന്ന വളരെ ഗൗരവതരമായ ഒരു ചോദ്യമാണ്. സാർ, ബാങ്കിൽ നിന്നും പൈസ ലോൺ എടുക്കുമ്പോൾ അതിൻ്റെ കാർമ്മികം എങ്ങനെയായിരിക്കും എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബാങ്കിൽ നിന്നും പൈസ ഒരിക്കലും ലോൺ എടുത്തു എന്ന് വിചാരിച്ചിട്ടിരിക്കുക. ബാങ്ക് നിങ്ങളെയും നിങ്ങൾ ബാങ്കിനെയാണ് സഹായിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ മാനേജറായിരിക്കുമ്പോഴത്തേക്കും നല്ല ലോൺകാരെ കിട്ടാനായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. കാര്യം ബാങ്കിൽ ഡെപ്പോസിറ്റ് വരും, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് നമ്മൾ ക്യാൻവാസ് ചെയ്യും. അത് നമ്മൾ നല്ല പാർട്ടീനെ കണ്ട് ലോൺ കൊടുത്ത് അത് കൃത്യമായിട്ട് തിരിച്ചടവ് വരുമ്പോൾ മാത്രമേ നമുക്ക് ബാങ്കിന് ലാഭം ഉണ്ടാക്കാൻ കഴിയൂ. അല്ലാണ്ട് ഈ ഡെപ്പോസിറ്റ് പൈസ വെച്ചിട്ട് ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എപ്പോഴും ബാങ്കിൽ നിന്ന് കടം വാങ്ങിച്ചു എന്ന് മനസ്സിൽ വിചാരിക്കാണ്ടിരിക്കുക. അപ്പോൾ ചോദിക്കും, കടമല്ലേ വാങ്ങിച്ചത്? തീർച്ചയായിട്ടും അതെ. പക്ഷെ നമുക്ക് മനസ്സിൽ പറയാമല്ലോ, എനിക്ക് ബാങ്കിൽ നിന്ന് സഹായം കിട്ടി. സഹായം കിട്ടിയാൽ നമ്മൾ തിരിച്ച് സഹായിക്കണം, തിരിച്ചത് കൃത്യമായിട്ട് കൊടുക്കണം. ആ ഒരു മനോഭാവം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതം മാറും. പിന്നെ നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ കൊണ്ട് പൂജ ചെയ്യരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം പലരും പേഴ്സണലി ഒക്കെ ചോദിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്ന പൈസ വന്നതിന് ഒരു ഊർജ്ജമുണ്ട്. ഒരു ഊർജ്ജ ശ്രേണിയിലാണ് ആ പൈസ വന്നിരിക്കുന്നത്, അല്ലേ? പണം വന്നിരിക്കുന്ന ഒന്ന് ബാങ്കിൽ എന്തെങ്കിലും ആകട്ടെ, ആ പണം വന്നു, നമ്മൾ പൂജ ചെയ്തു, നമ്മുടെ കാര്യം സാധിച്ചു. അപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഏത് രീതിയിലാണോ നമ്മളിലേക്ക് പണം വന്നത്, ആ വന്ന രീതിയിലേക്ക് തഥാസ്തു പോകും. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ആ തന്ന രീതിയിലേക്ക് തഥാസ്തു ആകുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ വന്ന വഴിയിലേക്ക് പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ബാങ്കുകൾ സഹായിച്ചുകൊണ്ടേയിരിക്കും. അവിടെയാണ് പ്രശ്നം. മനസ്സിലായ? നമുക്ക് അതുകൊണ്ടാണ് പറയണത് അത് ചെയ്യാണ്ടിരിക്കാൻ പറയുന്നത്. അല്ലാണ്ട് ബാങ്കിൽ നിന്ന് പൂജ എടുത്ത് ചെയ്താൽ എല്ലാം ശരിയാണ്. പൂജയൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്, പലിശ കൊടുക്കുന്നുണ്ട്, എല്ലാമാണ്. എല്ലാവർക്കും എല്ലാ സമയത്തും ബാങ്ക് ലോൺ എടുത്തുകൊണ്ടിരിക്കണം, പലിശ കൊടുത്തുകൊണ്ടിരിക്കണമെന്നാണ് സന്തോഷമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. പക്ഷേ അല്ലാണ്ട് അനുഭവത്തിൽ നിന്ന് പറയാണ് ചെയ്യാണ്ടിരിക്കുക. മനസ്സിലായേ? കാര്യം നമുക്ക് ആ പണം വരുന്ന സ്രോതസ് എന്താണോ ആ സ്രോതസ്സിലേക്കാണ് ബ്ലെസ്സിങ് പോണത്. അപ്പോൾ നമ്മളെപ്പോഴും സമ്പാദിച്ചിട്ട് അതുകൊണ്ട് നടത്തുക. അപ്പോൾ അതിലേക്ക്, ആ സമ്പാദ്യത്തിലേക്ക് ബ്ലെസ്സിങ് പോകും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അത് ഇനിയും കുറേ ഉണ്ട്, കുറേ അധികം കോള് വരുന്നുണ്ട് കേട്ടോ. കുറേ എടുക്കാൻ പറ്റുതേ, കണ്ണ് ഇതായിട്ടിരിക്കുകയാണ്. ഇന്നും കുറേ അധികം പേരെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ കുറേ അധികം പേര് നേരിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ പേരും നാളും സ്ഥലവും ഒക്കെ ഞാൻ സേവ് ചെയ്യാണ്. അപ്പോൾ ഇന്നൊരു ചേട്ടൻ വിളിച്ചിരുന്നു. അപ്പോൾ ഒരു വ്യക്തി വിളിച്ചു, ഒരു പാർട്ടി വിളിച്ചു. അപ്പോൾ അവരുടെ സന്താനങ്ങളുടെ കാര്യം പറയാനാണ്. സന്താനങ്ങൾ എന്ന് പറഞ്ഞാൽ കല്യാണമൊക്കെ കഴിഞ്ഞ ഉടനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സാറേ ഞങ്ങളുടെ കാര്യം ആരോടും പറയരുത്. ഞാൻ ചോദിച്ചാൽ ആരോട് പറയാൻ? അല്ല, സാറ് വീഡിയോയിൽ പറയരുതെന്ന്. മനസ്സിലായോ? അത് ഒന്ന്, ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഉൾപ്പെടെയാണ് പറയണത്. അങ്ങനെ ആരുടെയും പേര് പറയാറില്ല. ഓരോരുത്തരുടെ അനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ കമന്റ് ഇട്ട ആളാരാണെന്ന് മൊബൈലിൽ നോക്കാൻ പറ്റും എല്ലാവർക്കും. ആരാണ് ആ കമന്റ് ഇട്ടതെന്ന് അറിയാൻ പറ്റും. അദ്ദേഹം വളരെ നല്ല കമന്റാണ്. അദ്ദേഹമാണോ അദ്ദേഹിയാണോ എനിക്കറിയില്ല. പക്ഷെ അത് ഗൗരവതരമാണ്. അത് ഉടനെ തന്നെ അത് ഒരു 2 മണിക്കൂർ മുമ്പേ ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ ഇങ്ങനെ കോള് വന്ന് മൊബൈൽ ചാർജ് ചെയ്ത് ഇതായി. ഇപ്പോൾ മൊബൈല് എയറോപ്ലെയിൻ മോഡിൽ ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണം. അപ്പോൾ അത് കൃത്യമായിട്ട് അത് അറിയിക്കേണ്ടതാണെന്ന് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ വെച്ച് സൊല്യൂഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ താഴെ കമന്റ് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. റിട്ടയേർഡ് പ്രദീപ് സാറ്, റിട്ടയേർഡ് HM ആയിരുന്നു അദ്ദേഹം ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തലയിലുണ്ട്. ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങളുടെയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാര്യം കോതകുളങ്ങര ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ അനുഭവം, പൂക്കളുടെ കാര്യമൊക്കെ, അത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കെട്ടിക്കൊടുത്ത മാലയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എത്രയോ പേര് പറയുന്നു. മനസ്സിലായ? അതുപോലെ എൻ്റെ വീഡിയോയുടെ താഴെ ശ്രീമതി അനൂപ് കൊച്ചിയിലുള്ളവർ, അവർ പറയാറുണ്ട് ചേട്ടൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിതെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. കാര്യം അവർക്ക് കിട്ടിയ സന്തോഷം അവർ പറയുകയാണ്. അതിൻ്റെതായ ഐശ്വര്യവും സമൃദ്ധിയും അവർക്കുണ്ടാകും. കാര്യം ഇത് ഞാനൊരു നിമിത്തം മാത്രമാണ്. യൂണിവേഴ്സാണ് ഇതെല്ലാം ചെയ്യണം. ദൈവം എന്ന് പറയുന്ന ശക്തി എന്നിലൂടെ പ്രവർത്തിക്കുകയാണ്. ശ്രീനിവാസപ്പയ്യല്ല. ശ്രീനിവാസപ്പയ്യ വെറും ശരീരമാണ്. ആ ശക്തി, നിങ്ങൾ ഏതൊക്കെ ആരാധിച്ചിരുന്ന ശക്തി എന്നിലൂടെ വർക്ക് ചെയ്യണം. അതിന് എനിക്കൊരു നിയോഗം കിട്ടി, ഒരു ഭാഗ്യം കിട്ടി. അതിൽ ഞാൻ വളരെയധികം നിങ്ങളോട് എല്ലാവരോടും നന്ദിയുള്ളതാണ്, യൂണിവേഴ്സിനോടും നന്ദിയുള്ള ആളാണ്. പക്ഷെ ആ പറഞ്ഞപ്പോൾ തന്നെ ഞാനത് ബ്ലോക്ക് ചെയ്തു. ആ നമ്പരും ബ്ലോക്ക് ചെയ്തു, വാട്സാപ്പും ഞാൻ ബ്ലോക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു എന്നാൽ ശരിയാകല, വേണ്ടാന്ന് പറഞ്ഞു.
ഞാനത് സൊല്യൂഷൻ പറയാൻ അതിൻ്റെ ആദ്യഘട്ടം ഞാൻ പറയാൻ പോയി, ഇന്നതാണ് അത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. അതാണ് മെയിൻ. അതിനെന്താണ് കുട്ടികൾ അറിയാണ്ട് പ്രതിവിധി ചെയ്യണം. അതിന് ആദ്യഘട്ടം ഞാൻ പറഞ്ഞു. അപ്പോഴാണ് നാക്കിൽ നിന്ന് സരസ്വതി പുറത്ത് ചാടിയത്. അപ്പോഴേ ഞാൻ പറഞ്ഞു എന്നാ വേണ്ട, ഇനി ശരിയാകല എന്ന് പറഞ്ഞ് ഞാൻ ബ്ലോക്ക് ചെയ്തു. കോളും ബ്ലോക്ക് ചെയ്തു, വാട്സാപ്പും ബ്ലോക്ക് ചെയ്തു. ഞാനുള്ള കാര്യം ഓപ്പൺ പറയുകയാണ്. കാര്യം ചിലർക്ക് അങ്ങനെ ആവുമ്പോഴത്തേക്കും ദൈവം തമ്പുരാനെ പോലും അവരെ രക്ഷിക്കാൻ പറ്റില്ല. അത് ചിന്തിക്കണേ ഇതാ, നമ്മുടെ ഈ പ്രശ്നം ബാക്കിയുള്ളവരറിയുമോ എന്നാണ്. ഒരേ രീതിയിലുള്ള എൻ്റെ അടുത്ത് വരുന്ന പറയുന്ന ആൾക്കാർ, ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു ഫിനാൻഷ്യൽ ആരോഗ്യപരമായ കാര്യങ്ങൾ, അതുപോലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒന്നുകിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും പിള്ളേർക്ക് മനസ്സിലായ അതിൽ വളരെയധികം ഇതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ചിലപ്പോൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് അങ്ങനത്തെ ചില അമ്മമാരുടെ ഇതൊക്കെ കാണുമ്പോൾ, അവർ പറയുന്ന കാണുമ്പോൾ വിഷമം തോന്നും. നമുക്ക് എന്താ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും എന്ന് പ്രാർത്ഥിക്കുകയാണ്, മനസ്സിലായ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴാണ് ഒരു കാര്യം, അത് ഇവരുടെ പോകുമ്പഴി പറഞ്ഞ് അതൊരു സക്സസ് ആകുമ്പോഴാണ് ഇങ്ങനെ ചെയ്ത് സക്സസ് ആയി വേറെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നത്. കാര്യം അങ്ങനത്തെ എത്രയോ പേരുടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞപ്പോൾ തന്നെ ഇതിന് സൊല്യൂഷൻ ഉണ്ട് കേട്ടോ, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇതൊന്നുമില്ലാണ്ട് ഞാൻ ഇതൊക്കെ തുടങ്ങിയ കാലത്ത് എത്രയോ പേര് വിശ്വസിച്ച്, ആ ചേട്ടൻ പറഞ്ഞാണെന്ന് പറഞ്ഞ് വിശ്വസിച്ച് ചെയ്തു. അവർ ചെയ്തുകൊണ്ടാണ് അവർക്ക് അനുഭവം ഉണ്ടായത്. അനുഭവം വന്നപ്പോൾ ഇത് ചെയ്താൽ അനുഭവം ഉണ്ടാവും എന്ന് മനസ്സിലായി. ഇങ്ങനെ സങ്കല്പം കൊടുത്താൽ അനുഭവം ഉണ്ടാവുന്നു. പക്ഷേ പറയുമ്പോൾ തന്നെ ഈ അനുഭവങ്ങൾ പറയുന്ന വീഡിയോ കണ്ടിട്ട് ഞങ്ങളുടെ കാര്യം ആരോടും പറയരുതെന്ന് പറയുമ്പോൾ അതൊരു അണ്ടർ എസ്റ്റിമേറ്റ് ആയിപ്പോയി. എനിക്കത് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ എല്ലാവരുടെയും കാര്യം എല്ലാവരോടും പറയുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് എനിക്ക് വന്നു. അതുകൊണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തു. അങ്ങനെയും ചെയ്യും കേട്ടോ. ചില സമയത്ത് എൻ്റെ ഈഗോ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. ഈഗോ അല്ല, എനിക്ക് തന്നെ അറിയില്ല, ഒരു വല്ലാത്ത സ്വഭാവമാണത്. നമ്മൾ സംഗതിയൊക്കെ ശരിയാണ്, പക്ഷേ എന്താണ് ഒന്നുമില്ല. ഇതെല്ലാം ഈശ്വരോ രക്ഷതു. എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.